നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വലിയവനായ ദൈവത്തിൻ്റെ കൃപയാൽ ഈ മനോഹരമായ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടി ദൈവചിന്തയ്ക്കായി കടന്നു വരുവാൻ ദൈവം അനുവദിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇത് വീക്ഷിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് മാർച്ച് 15 സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭ ഗ്ലോബൽ യൂത്ത് ഡേ ആയിട്ട് ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ എല്ലാ യുവജനങ്ങൾക്കും എൻ്റെ ആശംസകൾ. ഇന്ന് എല്ലാ യുവജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതായ ഒരു വിഷയമാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നിഷ്ക്രിയമായിരിക്കാതെ കുറഞ്ഞ വേതനത്തിലും ജോലി ചെയ്യുക. ഇന്നത്തെ ആപ്തവാക്യം മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ. അത് ഇപ്രകാരം പറയുന്നു: അവരിലൊരുത്തനോട് അവൻ ഉത്തരം പറഞ്ഞത്, സ്നേഹിത, ഞാൻ നിന്നോട് അന്യായം ചെയ്യുന്നില്ല. നീ എന്നോട് ഒരു പണം പറഞ്ഞൊത്തില്ലയോ? നിൻ്റേത് വാങ്ങി പോയിക്കൊള്ളുക. നിനക്ക് തന്നതുപോലെ ഈ പിമ്പനും കൊടുപ്പാൻ എനിക്ക് മനസ്സ്. ദൈവം നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്നത് 24 മണിക്കൂറാണ് ഒരു ദിവസത്തിൽ. അത് പകലും രാത്രിയും തുല്യമായി വീതിച്ച് തന്നിരിക്കുകയാണ്. ഈ സമയം നമ്മൾക്ക് എന്ത് ചെയ്യാം, എന്ത് ചെയ്യാതിരിക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും ദൈവം നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഈ ഗ്ലോബൽ യൂത്ത് ഡേ ദിനത്തിൽ യുവാക്കളായ ഓരോരുത്തരും ചിന്തിക്കേണ്ടതായ ഒരു കാര്യം, ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ ഈ സമയം അത് വേണ്ടതുപോലെ വിനിയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. പല യുവജനങ്ങളും ചിന്തിക്കുന്നത്, തങ്ങൾ ഏതെങ്കിലും ഒരു ജോലിയിൽ ഏർപ്പെട്ടാൽ അതിന് തക്കതായ പ്രതിഫലം ലഭിച്ചില്ല എങ്കിൽ തങ്ങളുടെ അധ്വാന ഫലം വെറുതെ ആയി പോകുമല്ലോ എന്ന് കരുതി പല യുവാക്കളും ജോലി ചെയ്യുവാനായിട്ട് മടി കാണിക്കുന്നതായ ഒരു രീതി ഇന്ന് പിന്തുടരുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കേണ്ടതായ ഒരു കാര്യമാണ്, നമ്മൾ ആരെയാണ് വഞ്ചിക്കുന്നത്? ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയ ആരോഗ്യത്തിനും സമയത്തിനും യാതൊരുവിധ വിലയും കൽപ്പിക്കാതെ നമ്മൾ സാത്താൻ്റെ ഇഷ്ടങ്ങൾക്ക് അടിമപ്പെട്ട് പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതല്ല ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ സമയം നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വിശ്വാസത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നതായ ഏറ്റവും വലിയൊരു അനേക കാര്യങ്ങൾ ഒന്നാണ് സമയം എന്നുള്ളതാണ്. തിരുവചനത്തിൽ പലയിടങ്ങളിലും സമയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ സമയം നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും അനുഗ്രഹപ്പെട്ടതായിരിക്കും. സമയമെന്ന് പറയുന്നത് പണത്തിന് തുല്യമാണ്. ആ പണം ലഭിക്കണമെങ്കിൽ നമ്മൾ അധ്വാനിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾക്ക് ലഭിക്കുന്നതായ സമയം നമ്മൾ അധ്വാനത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ദൈവത്തോടുള്ളതായ നമ്മുടെ കടപ്പാടും നമ്മൾ ചെയ്തു തീർക്കുന്നു. നിസ്സാരമായി നമ്മൾ പലപ്പോഴും ചെയ്യുന്ന കാര്യമാണ് ഒരു ജോലിയും ചെയ്യാതെ വെറുതെ ഇരിക്കുക എന്നുള്ളത്. നമ്മുടെ മലയാളത്തിൽ തന്നെ ഒരു ചൊല്ലുണ്ട്, അലസ മനസ്സിൽ എന്തുണ്ടാകും? ചെകുത്താൻ കുടിയിരിക്കും. അത് വളരെ കൃത്യമാണ്. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ദൈവിക ചിന്ത നമ്മുടെ മനസ്സുകളിൽ നിന്ന് മാറുകയും അവിടെ സാത്താൻ്റെതായ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയും ചെയ്യും. അങ്ങനെ ചിന്തകൾ കടന്നു വരുമ്പോൾ നമ്മൾ മുഖാന്തരം നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ഭവനത്തിനും ഉണ്ടാകുന്നതായ പ്രയാസങ്ങൾ വളരെയധികമായിരിക്കും. നമ്മുടെ പത്രമാധ്യമങ്ങൾ കൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, കൃത്യമായ ഒരു ജോലി ഇല്ലാതിരിക്കുന്നതായ ഒരു വ്യക്തി അവൻ സമൂഹത്തിൽ എന്തുമാത്രം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത്. കൂടെയുള്ളവരെ കൊല്ലുവാൻ തക്കവണ്ണം മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുന്നതിൽ ഈ അലസമായ ജീവിതം അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുന്നതായ ആ ജീവിതം നമ്മെ അതിലേക്ക് കൊണ്ടെത്തിക്കും. ആയതിനാൽ നമ്മൾക്ക് കിട്ടിയ ഈ 24 മണിക്കൂറുകൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അല്ലെങ്കിൽ എപ്രകാരം നമ്മൾക്ക് അത് ദൈവിക ചിന്തയ്ക്കായിട്ട് അല്ലെങ്കിൽ ദൈവിക നന്മയ്ക്കായിട്ട് അത് വിനിയോഗിക്കാമെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. ചിലപ്പോൾ നമ്മളുടെ പഠനത്തിന് ഒത്തതായ ജോലി നമുക്ക് ലഭിച്ചില്ല എന്ന് വരാം. അതിൽ ഭാരപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ആരിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്? നമ്മളെ പരിപാലിക്കുന്നവനായ ദൈവം നമ്മൾക്ക് വേണ്ടി ഒരു നന്മ ഒരുക്കിയിട്ടുണ്ട്. അത് വേറൊരാൾക്കും അവർ ചിന്തിച്ചിട്ട് കൂടി ഇല്ലാത്തതായ നന്മയായിരിക്കും. നമ്മൾ ആ നന്മയ്ക്കായിട്ടാണ് പ്രത്യാശയോടെയാണ് കാത്തിരിക്കേണ്ടത്. നമ്മൾക്ക് ലഭിക്കുന്നതായ സമയം അതിനുവേണ്ടി നമ്മൾ പ്രത്യാശ ഉള്ളവരായിരിക്കുക. നമുക്ക് കിട്ടുന്ന ജോലി ചെറുതാണെങ്കിലും അത് ഏറ്റവും മനോഹരമായി ചെയ്തു തീർക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഒരു വിവാഹം കഴിച്ചതായ ഒരു വ്യക്തി തനിക്ക് കുടുംബവും കുഞ്ഞുങ്ങളുമുണ്ട്, എനിക്ക് എൻ്റെ
പഠനത്തിന് അല്ലെങ്കിൽ ഞാൻ ചെയ്തതായ ആ കോഴ്സ് അതിനൊത്തതായ ജോലി ലഭിച്ചില്ല, അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോകുന്നില്ല എന്ന് കരുതിയിരുന്നാൽ ആ വ്യക്തിയുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എപ്രകാരമായിരിക്കും? ആയതിനാൽ നമ്മൾക്ക് കിട്ടിയതായ സമയം നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ സർവശക്തനായ ദൈവം നമുക്ക് തക്ക സമയത്ത് തക്കതായ നന്മകൾ നൽകും. അതിനായിട്ട് വാഞ്ചയോടെ കാത്തിരിക്കാം. ഇന്ന് ഈ പ്രഭാതത്തിൽ, പ്രത്യേകിച്ച് ഇന്ന് ഗ്ലോബൽ യൂത്ത് ഡേ ആഘോഷിക്കുന്ന ഈ സമയത്ത്, യുവാക്കളായ ഓരോ വ്യക്തികളും, യുവതികളുമായ ഓരോ വ്യക്തികളും ചിന്തിക്കേണ്ടതായ കാര്യം, എനിക്ക് ലഭിച്ച സമയം ഞാൻ തക്കത്തിൽ വിനിയോഗിക്കുന്നുണ്ടോ? പ്രായമായവർക്കും മറ്റുള്ളവർക്കും അപ്രകാരം ചിന്തിക്കാം. എനിക്ക് ലഭിച്ച സമയം ഞാൻ തക്കത്തിൽ വിനിയോഗിച്ചിരുന്നു എന്ന്. ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ ഓരോരുത്തരും അപ്രകാരം നല്ല ഒരു തീരുമാനത്തോടുകൂടി മുന്നോട്ട് പോകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമ്മെ മാത്രമല്ല, നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കും. അതിനെ ദൈവം ഇടയാക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൽ നിന്ന് വിരമിക്കുന്നു. ദൈവത്തിൻ്റെ ദിവ്യ പരിപാലനം നമ്മളിൽ ഏവരിലും ഉണ്ടാകട്ടെ. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹോന്നതങ്ങളെ വാസം ചെയ്യുന്ന അടിയങ്ങളെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, തിരുനാമത്തിന് സ്തോത്രം. ഈ മനോഹരമായ പ്രഭാതത്തിൽ അടിയങ്ങൾക്ക് നല്ലൊരു ചിന്തയെ തന്നതിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, അടിയങ്ങൾ പലപ്പോഴും പലരും കർത്താവേ, അടിയങ്ങളുടെ വിദ്യാഭ്യാസത്തിനൊത്ത ജോലിയല്ല ലഭിച്ചതെന്നോർത്ത് പരിതപിക്കുമ്പോൾ ഇന്ന് അടിയങ്ങൾക്ക് പ്രത്യാശ തേടാൻ വചനം തന്നതിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവ്, ഏതു വേലയായിരുന്നാലും അതെല്ലാം ദൈവിക മഹത്വത്തിനായി ചെയ്തു തീർക്കുവാൻ തക്കവണ്ണം അടിയങ്ങളെ അവിടുന്ന് പ്രേരിപ്പിക്കുകയും അതിനുവേണ്ടുന്ന കൃപകളെ അവിടുന്ന് നൽകുകയും ചെയ്യുമാറാകണമെന്ന് യാചിക്കുന്നു. ഇന്ന് ഈ ഗ്ലോബൽ യൂത്ത് ഡേ ആഘോഷിക്കുന്ന ഈ സമയത്ത് എല്ലാ യുവജനങ്ങളെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഓരോ യുവജനവും സഭയ്ക്ക്, സമൂഹത്തിനും സ്വഭവനത്തിനും കൊള്ളാവുന്ന മക്കളായിരിക്കാൻ തക്കൊണ്ട് അനുഗ്രഹിക്കുമാറാകണമെന്ന് യാചിക്കുന്നു. അതിനുവേണ്ടുന്ന കൃപകളെ അവർക്ക് കൊടുക്കുമാറാകണമെന്ന് യാചിക്കുന്നു. അങ്ങനെ എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമൂഹമായി തീരുവാൻ തക്കൊണ്ട് ഇടയാക്കുമാറാകണമെന്ന് യാചിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലതും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.